കൊച്ചൗത. ബസ് വരാൻ ഇനിയും 15 മിനിറ്റ് കൂടിയുണ്ട്. 1 മണിക്കൂർ കൂടുമ്പോൾ മാത്രമേ ബസ്സുള്ളൂ എന്നതിനാൽ എല്ലാവരും മുൻകൂട്ടി ബസ് സ്റ്റോപ്പിലുണ്ടാകും. സ്കൂൾ കുട്ടികൾ, ഓഫീസ് ജീവനക്കാർ, കൂടെ അധ്യാപികയായ ഞാനും. തൊട്ടടുത്ത ചായക്കടയുടെ വരാന്തയിലേക്ക് കണ്ണൊന്ന് പാഞ്ഞപ്പോൾ ചെറിയൊരു ഉൾക്കിടിലം. കൊച്ചൗത ചേട്ടൻ കണ്ടാൽ ഇപ്പോൾ ഓടി അടുത്തെത്തും. പിന്നത്തെ പുകിലൊന്നും പറയാതിരിക്കുന്നതാണ് ഭേദം. നാട്ടുകാർ മുഴുവൻ കേൾക്കുന്നത്ര ഉച്ചത്തിൽ എൻ്റെ ചരിത്രം, ജീവശാസ്ത്രം എല്ലാം എഴുന്നള്ളിക്കും. ബസ് കാത്തു നിൽക്കുന്ന കൊച്ചു കുട്ടികൾ പോലും ചിരിച്ചു മറിയും. ഞാൻ മുഖം കൊടുക്കാതെ കുനിഞ്ഞു നിന്നു. ഒരു പ്രയോജനവും ഉണ്ടായില്ല. നാടുകാണി പോലെ നിൽക്കുന്ന 6 അടി ഉയരക്കാരി എവിടെ പോയി ഒളിക്കാൻ? കൊച്ചൗത ചേട്ടൻ പാഞ്ഞെത്തി. കാണാത്ത മട്ടിൽ ഗൗനിക്കാതെ നിന്നത് കക്ഷിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പണ്ട് എൻ്റെ ഈ എളിയിലിരുന്ന് മൂത്രമൊഴിച്ച പുള്ളയാ ഇപ്പം വലിയ ടീച്ചറമ്മയായി. ടീച്ചറമ്മ കൊച്ചൗത വെടിക്കെട്ട് തുടങ്ങി. എനിക്ക് ഭൂമിയിലേക്ക് താഴ്ന്നു പോകുന്നതാണ് ഭേദമെന്ന് തോന്നി. അന്ന് പാറ്റയെ പോലെ ഇരുന്നതാ എന്ന് തുടങ്ങിയുള്ള വർണ്ണനകൾക്ക് തുടക്കമിട്ടപ്പോഴേ ഞാൻ പെട്ടെന്ന് നിലപാട് മാറ്റി. കൊച്ചൗത ചേട്ടൻ ഇനി വന്നേ. പേഴ്സിൽ നിന്ന് എടുത്തു നീട്ടിയ 10 രൂപ നോട്ട് കണ്ടതും കൊച്ചൗത പ്രസാദിച്ചു. ചേട്ടനൊരു ചായ കുടിച്ചിട്ട് വരൂ. ചായ കുടിച്ച് വരുമ്പോഴേക്കും ബസ്സും വരുമല്ലോ, ഞാൻ ആശ്വസിച്ചു. കൊച്ചൗത ചായക്കട ലക്ഷ്യമാക്കി നീങ്ങി. പോയ വഴി അതാ നിൽക്കുന്നു പീലിച്ചേട്ടൻ. പീലിച്ചേട്ടാ, നമ്മുടെ ടീച്ചറമ്മ തന്ന കാശാ. നോട്ട് ഉയർത്തിക്കാട്ടി കൊച്ചൗതയുടെ അനൗൺസ്മെന്റ്. എൻ്റെ എളിയിൽ എത്ര വട്ടം മൂത്രമൊഴിച്ചതാണെന്നറിയോ? ഇപ്പം വലിയ ടീച്ചറമ്മയായി ഇതാ നിൽക്കുന്നു. തന്നെ ചൂണ്ടിക്കാട്ടിയുള്ള വിവരണം കേട്ട് ജാള്യതയോടെ നിൽക്കുകയല്ലാതെ എന്തു മാർഗം? ഭാഗ്യത്തിന് കഥ തുടരാൻ നിൽക്കാതെ കക്ഷി ചായക്കടയിലേക്ക് കയറി. ബസ് വരുന്നത് കണ്ടപ്പോൾ ആശ്വാസമായി. തിരക്കിനിടയിൽ ചാടി കയറി. തിരിഞ്ഞു നോക്കിയപ്പോൾ പിന്നിൽ കൊച്ചൗത. ഇനി 1 മണിക്കൂർ കഴിഞ്ഞല്ലേ അടുത്ത ബസ്സുള്ളൂ. എനിക്ക് ടൗൺ വരെ ഒന്ന് പോകണം. അതുകൊണ്ട് ചായയൊക്കെ തിരിച്ചു വന്നിട്ട് കുടിക്കാമെന്ന് വച്ചു. കൊച്ചൗതയുടെ വിശദീകരണം. കണ്ടക്ടർ വന്നപ്പോൾ കൊച്ചൗത എന്നെ വളരെ വേണ്ടപ്പെട്ടവളായി പ്രഖ്യാപിച്ചു വാഴ്ത്തി. ഞാൻ ടിക്കറ്റ് എടുത്തു. അവിടുന്ന് അങ്ങോട്ട് എൻ്റെ ബാല്യകാല ലീലാവിലാസങ്ങൾ വർണ്ണിക്കുന്ന തിരക്കിലായി കൊച്ചൗത. എന്നെ നിത്യവും കാണാറുള്ള സഹയാത്രികർക്ക് ചിരി പൊട്ടി. അവർ ഇനി ഇതൊക്കെ അടുത്ത ദിവസം മുതൽ ആയുധമാക്കും. ദേഷ്യപ്പെടാമെന്ന് വച്ചാൽ അയാൾ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നറിയില്ല. ഒരു വിധത്തിൽ ടൗൺ എത്തി. ബസ് നിർത്തി. ഞാൻ ചാടി ഇറങ്ങി. എത്രയും വേഗം അയാളുടെ കണ്ണിൽ നിന്ന് മറയണം. ഞാൻ തിരക്കിട്ട് മുൻപോട്ട് നടന്നു. തിരിഞ്ഞു നോക്കി. ഭാഗ്യം, അയാൾ പിന്നിലില്ല. വഴിയരികിലൂടെ കുറച്ച് നടന്നപ്പോൾ സാരി തുമ്പിൽ എന്തോ ഉടക്കിയതുപോലെ തോന്നി. തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു നായ സാരിയിൽ കടിച്ചു കുടയുകയാണ്. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നപ്പോൾ അതാ വരുന്നു കൊച്ചൗത. കുഞ്ഞേ, ഓടരുത് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ദൈവദൂതനെ പോലെ അയാൾ പാഞ്ഞെത്തി. കയ്യിലിരുന്ന കുട കൊണ്ട് തട്ടി നായയെ സാരിയിൽ നിന്നും വിടർത്തിയപ്പോൾ അത് കൊച്ചൗതയുടെ നേരെ തിരിഞ്ഞു. കുഞ്ഞു പൊയ്ക്കോ, ഇവൻ്റെ കാര്യം ഞാൻ ഏറ്റു. കൊച്ചൗത പറഞ്ഞത് കേട്ട് ആശ്വാസത്തോടെ ഞാൻ നടന്നു നീങ്ങി. അയാൾ നായയോടായി പറഞ്ഞു, എടാ, അവരോടൊന്നും കളിക്കാൻ നിൽക്കരുത്. തരത്തിൽ പോയാൽ കളിക്കാവൂ. ഇതാ എന്നെ കണ്ടോ, ഞാനും നീ ഒരുപോലെ, ആർക്കും വേണ്ടാത്തവർ. തന്നെ എല്ലാവരും ഒഴിവാക്കുന്നു എന്നറിഞ്ഞിട്ടും ഒരു സങ്കടവും പരിഭവവും കാണിക്കാതെ ചിരിച്ചുകൊണ്ട് വിശേഷം തിരക്കുന്ന കൊച്ചൗത. വൃദ്ധനായ അയാളുടെ പഴംപുരാണം അല്പനേരം ചിരിച്ചുകൊണ്ട് കേട്ടാൽ മതി അയാൾക്ക് മനസ്സ് നിറയാൻ. എന്നിട്ടും കൊച്ചൗത ചേട്ടനെ കണ്ടാൽ ഇനി മുഖം തിരിക്കില്ല എന്നുറപ്പിച്ച് ഞാൻ മുൻപോട്ട് നടന്നു.